നമസ്കാരം. കേരളത്തിൽ നിന്നും കാശ്മീർ പോകാൻ സാധിക്കുന്ന ഒരേ ഒരു ഡയറക്റ്റ് ട്രെയിനാണ് കേട്ടോ ഇത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു കാശ്മീർ യാത്ര പോയി വരാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മൾ കൂടുതൽ ആൾക്കാരും. അപ്പോൾ ചിലവ് ചുരുക്കിക്കൊണ്ട് കാശ്മീർ ട്രിപ്പ് അടിക്കാൻ പറ്റിയ ഒരു കിടിലം ട്രെയിനാണിത്. അത് കൂടാതെ തന്നെ ഒരുപാട് പ്രത്യേകതകൾ കൂടിയുള്ള ഒരു ട്രെയിൻ കൂടിയാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ട്രെയിൻ. വീഡിയോ മുഴുവനായി കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന മൂന്നാമത്തെ ട്രെയിനും ദൂരത്തിൻ്റെയും സമയത്തിൻ്റെയും കാര്യത്തിൽ നിലവിൽ ലോകത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ 35ാമത്തെ ട്രെയിൻ സർവീസ് കൂടിയാണ് കേട്ടോ ഈ ഒരു ട്രെയിൻ. ഇത് ട്രെയിൻ നമ്പർ 163-17 ഹിമസാഗർ എക്സ്പ്രസ് ആണ്. ഈ ഒരു ട്രെയിൻ മാത്രമാണ് നിലവിൽ നമ്മുടെ കേരളത്തിൽ നിന്നും ഡയറക്റ്റ് കാശ്മീരിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരേ ഒരു ട്രെയിൻ. ആഴ്ചയിൽ വെള്ളിയാഴ്ചകളിലായി മാത്രം സർവീസ് നടത്തുന്ന ട്രെയിൻ ആരംഭിക്കുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്നുമാണ്. കന്യാകുമാരിയിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം 2:15 ആരംഭിക്കുന്ന ട്രെയിൻ 4-ാം ദിവസം ഏകദേശം 3791 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ജമ്മു കാശ്മീരിലെ ശ്രീമാതാ വൈഷ്ണോദേവി കത്രയിലേക്ക് രാവിലെ 10:45 എത്തിച്ചേരുന്നതാണ് കേട്ടോ. ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 163-18 ആയിട്ട് ആഴ്ചയിൽ തിങ്കളാഴ്ചകളിലായി തിരിച്ചും സർവീസ് ഉണ്ട്. ശ്രീമാതാ വൈഷ്ണോദേവി കത്രയിൽ നിന്നും രാത്രി 10:30 ആരംഭിക്കുന്ന ട്രെയിൻ 4-ാം ദിവസം രാത്രി 10 മണിയോടുകൂടി കന്യാകുമാരിയിലേക്ക് എത്തിച്ചേരുന്നതാണ്. തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ജമ്മു കാശ്മീർ ഇങ്ങനെ ഇന്ത്യയിലെ 12 സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ട്രെയിനാണിത്. ദീർഘദൂര യാത്രകൾ ചെയ്യുമ്പോൾ ട്രെയിനിൽ നമ്മൾ അനുഭവിക്കുന്ന അതേ ബുദ്ധിമുട്ടുകളുള്ള ഒരു ട്രെയിൻ ആണെങ്കിൽ പോലും ഈ ഒരു ട്രെയിന് ഒരുപാട് ഫാൻസുകൾ ഉള്ളത് എന്നാണ് മറ്റൊരു സത്യാവസ്ഥ. ഈ ഒരു ട്രെയിന് കേരളത്തിൽ സ്റ്റോപ്പുകൾ ഉള്ളത് തിരുവനന്തപുരം സെൻട്രല്, കൊല്ലം ജംഗ്ഷൻ, കായംകുളം ജംഗ്ഷൻ, ചെങ്ങന്നൂര്, തിരുവല്ല, കോട്ടയം, എറണാകുളം ടൗൺ, ആലുവ, തൃശ്ശൂര്, ഒറ്റപ്പാലം, പാലക്കാട് ജംഗ്ഷനാണ്. കേരളത്തിൽ ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്ന സമയം ഞാൻ പറയാം. അതിനു മുമ്പായിട്ട് ഈ ഒരു ട്രെയിനിൽ 3 ജനറൽ കമ്പാർട്ട്മെന്റുകളാണ് കേട്ടോ ഉള്ളത്. അതായത് UR അൺറിസർവ്ഡ് ആയിട്ടുള്ള കോച്ചസ് 3 എണ്ണമാണ്. ട്രെയിനിന്റെ പിൻഭാഗത്ത് 2ഉം മുൻഭാഗത്ത് 1ഉം അങ്ങനെ 3 UR അൺറിസർവ്ഡ് ആയിട്ടുള്ള കോച്ചസ് ഉണ്ട്. സ്ലീപ്പർ കോച്ചസ് വരുന്നത് 6 എണ്ണമാണ്. അത് S1 മുതൽ S6 വരെയാണ് കേട്ടോ. AC കോച്ചസ് മൊത്തത്തിൽ വരുന്നത് 7 എണ്ണമാണ്. അതിൽ തേർഡ് എക്കണോമി 1, തേർഡ് AC 4, സെക്കൻഡ് AC 2 അങ്ങനെ 4ഉം 2ഉം 6ഉം 1ഉം 7 AC കോച്ചസ് ഈ ഒരു ട്രെയിനിൽ മുഴുവനായിട്ടുണ്ട്. തേർഡ് എക്കണോമി എന്ന് പറയുമ്പോൾ ട്രെയിനിന്റെ പുറം ഭാഗത്തായിട്ട് M1 എന്ന് കാണാൻ സാധിക്കും. ഒരെണ്ണം ഉള്ളതുകൊണ്ട് M1 ആണ് കേട്ടോ. തേർഡ് AC വരുന്നത് 4 എണ്ണമാണ്. അത് B1 മുതൽ B4 വരെയാണ്. സെക്കൻഡ് AC വരുന്നത് 2 എണ്ണം. അത് A1ഉം A2ഉമാണ്. ശ്രദ്ധിക്കുക, ജനറൽ കമ്പാർട്ട്മെന്റും സ്ലീപ്പർ കമ്പാർട്ട്മെന്റും തീർച്ചയായും പരിതാപകരം തന്നെ ആയിരിക്കും. അറിയാലോ ദീർഘദൂര യാത്രകൾ പോകുന്ന നമ്മുടെ നാട്ടിലെ ട്രെയിനുകളുടെ അവസ്ഥ. എന്നിരുന്നാലും കേരളത്തിൽ മാത്രം ഇച്ചിരി അധികം സ്റ്റോപ്പുകൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ ഒരു ട്രെയിനിൽ സ്റ്റോപ്പുകൾ കുറവാണ്. എന്നിരുന്നാലും നോർത്തിൽ ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന യാത്ര നമുക്ക് ഏത് തരം എക്സ്പീരിയൻസ് ആണ് തരുന്നതെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തീർച്ചയായും നിങ്ങൾ AC കമ്പാർട്ട്മെന്റുകൾ മാക്സിമം ഉപയോഗപ്രദമാക്കാനായി ശ്രമിക്കുക കേട്ടോ. ഇനി ഞാൻ ഈ ട്രെയിന് കേരളത്തിൽ സ്റ്റോപ്പുകളുള്ള ഓരോ സ്ഥലത്തെ ടിക്കറ്റ് ചാർജ് പറയാം. നമ്മുടെ ജമ്മു കാശ്മീരിലെ ശ്രീമാതാ വൈഷ്ണോദേവി കത്ര വരെ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് തന്നെ തുടങ്ങാം. തിരുവനന്തപുരം സെൻട്രൽ ആണ് കേരളത്തിലെ ആദ്യത്തെ സ്റ്റോപ്പ് ഉള്ളത്. തിരുവനന്തപുരം സെൻട്രൽ നിന്നും ശ്രീമാതാ വൈഷ്ണോദേവി ഖത്ര വരെ ജനറലിന് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 665 രൂപയാണ് കേട്ടോ. സ്ലീപ്പറിന് 1185 രൂപയും തേർഡ് എക്കണോമിക്ക് 2850 രൂപയും തേർഡ് ACക്ക് 2925 രൂപയും സെക്കൻഡ് ACക്ക് 4255 രൂപയുമാണ്. ഇനി കൊല്ലം ജംഗ്ഷനിൽ നിന്നും ശ്രീമാതാ വൈഷ്ണോദേവി ഖത്ര വരെ ഒരാൾക്ക് ജനറലിന് വരുന്നത് 655 രൂപയും സ്ലീപ്പറിന് 1165 രൂപയും തേർഡ് എക്കണോമിക്ക് 2800 രൂപയും തേർഡ് ACക്ക് 2875 രൂപയും സെക്കൻഡ് ACക്ക് 4185 രൂപയുമാണ്. കായംകുളം ജംഗ്ഷനിൽ നിന്നും ശ്രീമാതാ വൈഷ്ണോദേവി ഖത്ര വരെ ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് ചാർജ് വരുന്നത് 655 രൂപയും സ്ലീപ്പറിന് 1165 രൂപയും തേർഡ് എക്കണോമിക്ക് 2800 രൂപയും തേർഡ് ACക്ക് 2875 രൂപയും സെക്കൻഡ് ACക്ക് 4185 രൂപയുമാണ്. അതായത് കൊല്ലത്തു നിന്നും കായംകുളത്തേക്കും
കാശ്മീർ വരെ പോകാൻ ഒരേ സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് ഈ ഒരു ട്രെയിനിൽ. ഇനി അടുത്തത് ചെങ്ങന്നൂരിൽ നിന്ന് ശ്രീമാതാ വൈഷ്ണോദേവി കത്ര വരെ ജനറലിന് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 645 രൂപയാണ്. സ്ലീപ്പറിന് 1155 രൂപ, തേർഡ് എക്കണോമിക്ക് 2775 രൂപ, തേർഡ് എ സിക്ക് 2850 രൂപ, സെക്കൻഡ് എ സിക്ക് 4145 രൂപയാണ് കേട്ടോ. ഇതേ ചാർജ് തന്നെയാണ് നമ്മുടെ തിരുവല്ലയിൽ നിന്നും ശ്രീമാതാ വൈഷ്ണോദേവി കത്ര വരെ, അതുകൊണ്ട് എടുത്തു പറയുന്നില്ല. ഇനി അടുത്തുള്ളത് കോട്ടയത്താണ്. കോട്ടയത്ത് നിന്ന് ശ്രീമാതാ വൈഷ്ണോദേവി കത്ര വരെ ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് ചാർജ് വരുന്നത് 635 രൂപയാണ്. സ്ലീപ്പർ വരുന്നത് 1145 രൂപയും, തേർഡ് എക്കണോമി വരുന്നത് 2750 രൂപയും, തേർഡ് എ സി വരുന്നത് 2830 രൂപയും, സെക്കൻഡ് എ സി വരുന്നത് 4110 രൂപയുമാണ്. അടുത്തത് എറണാകുളം ടൗണിൽ നിന്നും ശ്രീമാതാ വൈഷ്ണോദേവി കത്ര വരെ ജനറലിന് വരുന്നത് 630 രൂപയാണ്. സ്ലീപ്പറിന് വരുന്നത് 1130 രൂപയും, തേർഡ് എക്കണോമിക്ക് വരുന്നത് 2725 രൂപയും, തേർഡ് എ സിക്ക് 2805 രൂപയും, സെക്കൻഡ് എ സിക്ക് 4075 രൂപയുമാണ്. അടുത്ത ആലുവയാണ് വരുന്നത്. ഈ എറണാകുളം ടൗണിൽ നിന്ന് SMVD കത്ര വരെയുള്ള അതേ ടിക്കറ്റ് ചാർജ് തന്നെയാണ് കേട്ടോ ആലുവയിൽ നിന്ന് SMVD കത്രയിലേക്ക്, അതുകൊണ്ട് അതും വീണ്ടും എടുത്തു പറയുന്നില്ല. അടുത്തത് തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ നിന്ന് ശ്രീമാതാ വൈഷ്ണോദേവി കത്ര വരെ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് ജനറലിന് വരുന്നത് 620 രൂപയും, സ്ലീപ്പറിന് വരുന്നത് 1120 രൂപയും, തേർഡ് എക്കണോമിക്ക് 2700 രൂപയും, തേർഡ് എ സിക്ക് 2780 രൂപയും, സെക്കൻഡ് എ സിക്ക് 4040 രൂപയുമാണ്. ഇനി ഒറ്റപ്പാലത്ത് നിന്ന് ട്രെയിൻ കാശ്മീർ വരെ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് സ്ലീപ്പറിന് 1110 രൂപയും, തേർഡ് എക്കണോമിക്ക് 2680 രൂപയും, തേർഡ് എ സിക്ക് 2755 രൂപയും, സെക്കൻഡ് എ സിക്ക് 4005 രൂപയാണ്. ജനറൽ പറയാൻ വിട്ടുപോയതാണ്, ഒരാൾക്ക് 615 രൂപയാണ് കേട്ടോ ഒറ്റപ്പാലത്ത് നിന്ന് കാശ്മീർ വരെ. പിന്നീട് വരുന്നത് പാലക്കാട് ജംഗ്ഷനാണ്. കേരളത്തിലെ അവസാന സ്റ്റോപ്പ് പാലക്കാട് ജംഗ്ഷനിലാണ് ഈ ഒരു ട്രെയിനിൽ. ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് പാലക്കാട് ജംഗ്ഷനിൽ നിന്നും ശ്രീമാതാ വൈഷ്ണോദേവി കത്ര വരെ ജനറൽ 610 രൂപയും, സ്ലീപ്പറിന് 1100 രൂപയും, തേർഡ് എക്കണോമിക്ക് 2650 രൂപയും, തേർഡ് എ സിക്ക് 2735 രൂപയും, സെക്കൻഡ് എ സിക്ക് 3965 രൂപയുമാണ്. ഇനി നമ്മുടെ ട്രെയിൻ സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയം കൂടി ഒന്ന് കേൾക്കാം കേട്ടോ. കന്യാകുമാരിയിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം 2:15 ആരംഭിക്കുന്ന ട്രെയിൻ ആഴ്ചയിൽ വെള്ളിയാഴ്ചകളിലായിട്ട് മാത്രം. പിന്നീട് നാഗർകോവിൽ ജംഗ്ഷനിലും കുളിത്തുറയും കഴിഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം 4:10 കേരളത്തിലെ സ്റ്റോപ്പ് തുടങ്ങുകയാണ്. തിരുവനന്തപുരം സെൻട്രലിൽ വൈകുന്നേരം 4:10 എത്തും. അത് കഴിഞ്ഞാൽ 5:15 കൊല്ലം ജംഗ്ഷൻ, 5:45 കായംകുളം ജംഗ്ഷൻ, 6:15 ചെങ്ങന്നൂർ, 6:20 തിരുവല്ല, രാത്രി 7 മണിക്ക് കോട്ടയം, രാത്രി 8:40 എറണാകുളം ടൗൺ, രാത്രി 9:10 ആലുവ, രാത്രി 10 മണിക്ക് തൃശ്ശൂർ, രാത്രി 11:30 ഒറ്റപ്പാലം, രാത്രി 11:50 പാലക്കാട് ജംഗ്ഷൻ. അങ്ങനെ ഇത്രയും സ്ഥലത്താണ് ഈ ഒരു ട്രെയിൻ കേരളത്തിലെ സ്റ്റോപ്പുകൾ ഉള്ളതും. ഇതാണ് ഈ ഒരു ട്രെയിൻ കേരളത്തിലെ സ്റ്റേഷനുകളിലേക്ക് എത്തിച്ചേരുന്ന സമയം കേട്ടോ. ഇത് ഇന്ത്യൻ റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം, അത് ഓരോ ദിവസത്തെ യാത്രകൾ പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ യാത്രാ അനുഭവങ്ങളും ഈ ട്രെയിനെ പറ്റിയിട്ടുള്ള നിങ്ങൾക്കറിയാവുന്ന അറിവുകളും ഈ കമന്റ് ബോക്സിൽ കമന്റായി അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ മറ്റൊരു കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈൻഡിങ് അപ്പ്. ബൈ 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 ബൈ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.